ഇസ്രായേലിനും നെതന്യാഹുവിനും കഷ്ടകാലമാണെന്ന് തോന്നുന്നു. ഖത്തർ ആക്രമണത്തിന് പിന്നാലെ തുടർച്ചയായി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഗാസയിൽ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തിയതായി UN റിപ്പോർട്ട് പുറത്തു വരുന്നു. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് റിപ്പോർട്ട് നൽകിയത്. 2023 ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം അന്താരാഷ്ട്ര നിയമപ്രകാരം നിർവചിക്കപ്പെട്ട 5 വംശഹത്യയിൽ 4 ഇസ്രായേൽ നടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക, ശാരീരികവും മാനസികവുമായ ഗുരുതരമായ ഉപദ്രവം ഏൽപ്പിക്കുക, ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യവസ്ഥകൾ മനഃപൂർവ്വം സൃഷ്ടിക്കുക, ജനനം തടയുക തുടങ്ങിയ നടപടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും UN റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വംശഹത്യ നടത്താനുള്ള ഉദ്ദേശത്തിൻ്റെ തെളിവായി ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനകളെയും ഇസ്രായേൽ സേനയുടെ പെരുമാറ്റ രീതികളെയും റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനങ്ങൾ നടന്നോ എന്നന്വേഷിക്കുന്നതിനായി 2021 UN മനുഷ്യാവകാശ കൗൺസിൽ അധിനിവേശ പലസ്തീൻ പ്രദേശത്തെക്കുറിച്ചുള്ള സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ സ്ഥാപിച്ചത്. റുവാണ്ടയിലെ വംശഹത്യയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ട്രൈബ്യൂണലിൻ്റെ പ്രസിഡന്റും ദക്ഷിണാഫ്രിക്കൻ മുൻ UN മനുഷ്യാവകാശ മേധാവിയുമായ നവി പിള്ളയാണ് 3-അംഗ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷൻ. 1948 വംശഹത്യാ കൺവെൻഷൻ പ്രകാരം നിർവഹിച്ചിരിക്കുന്ന 5 വംശഹത്യകളിൽ 4 ഇസ്രായേൽ അധികാരികളും ഇസ്രായേൽ സേനയും ഒരു വിഭാഗത്തിനെതിരെ നടത്തിയെന്ന് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനകൾ വിശകലനം ചെയ്ത കമ്മീഷൻ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവർ വംശഹത്യയ്ക്ക് പ്രേരിപ്പിച്ചുവെന്ന് ആരോപിച്ചു. എന്നാൽ ഇതിനെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നു. UN റിപ്പോർട്ട് വളച്ചൊടിച്ചതും വ്യാജവുമാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നത്. കമ്മീഷനിലെ 3 വിദഗ്ധരും ഹമാസിൻ്റെ പ്രോക്സികളായി പ്രവർത്തിക്കുകയും എല്ലാവരും തള്ളിക്കളഞ്ഞ ഹമാസിൻ്റെ വ്യാജ ആരോപണങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കുകയും ചെയ്തുവെന്ന് ഇസ്രായേൽ വക്താവ് ആരോപിച്ചു. ഗാസയിലെ ജനങ്ങൾക്ക് നേരെയല്ല, ഹമാസിന് നേരെയാണ് തങ്ങളുടെ പോരാട്ടമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. തങ്ങളുടെ സൈന്യം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും സാധാരണക്കാർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിൽ വംശഹത്യയ്ക്ക് ശ്രമിച്ച സംഘടനയാണ് ഹമാസ് എന്നും 1200 പേരെ കൊന്നൊടുക്കിയെന്നും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നും ഇസ്രായേൽ പറഞ്ഞു. കുടുംബങ്ങളെ ജീവനോടെ ചുട്ടുകൊല്ലുകയും എല്ലാ ജൂതന്മാരെയും കൊല്ലുക എന്ന ലക്ഷ്യം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ് ഹമാസ് എന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതാണെന്നും ഇസ്രായേൽ വിശദീകരിക്കുന്നു.